ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡാൻസിങ് ടീ അഥവാ ബിരിയാണി ടീ എന്നൊക്കെ പറയും. സ്പെഷ്യൽ ടീ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതേപോലെ 1.5 ഗ്ലാസ് വെള്ളം, പഞ്ചസാര വേണം നമുക്ക്, അതേപോലെ തന്നെ ചായല. ഇത്രയാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചായ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സമയം തന്നെ 2 അടുപ്പിലായിട്ട് പാലും കട്ടനും തിളപ്പിച്ചെടുക്കാം. ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ ചായയിലേക്ക് നല്ല തരിമുഴുപ്പുള്ളതാണ്. ഞാനിപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ തന്നെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചായയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ചായലയുടെ കടുപ്പനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല കടുപ്പം വേണം കേട്ടോ നമ്മൾ ഈ ചായ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഈ 3 ടീസ്പൂൺ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കടുപ്പത്തിൽ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നല്ലപോലെ ഇത് തിളച്ച് വരണം. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ ഒരുമിച്ചല്ല നമ്മൾ ഇതിട്ട് തിളപ്പിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കട്ടൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു 3-4 മിനിറ്റ് നേരം ഇങ്ങനെ കിടന്ന് തിളപ്പിക്കുക. അപ്പോൾ ഒന്നും കൂടി കട്ടിയാവും നമ്മുടെ കട്ടൻ. എത്രയും ഞാൻ പറഞ്ഞ പോലെ നല്ല കടുപ്പുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം നോക്കിയെടുക്കാൻ. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല കട്ടിയുള്ള പാല് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ പാലൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പൊന്തി വരുന്ന സമയത്ത് ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റോളം ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ പാലൊന്നും കൂടി കട്ടിയാവും. അപ്പോൾ നമ്മളിങ്ങനെ ആറ്റുമ്പോൾ നല്ല പോലെ പതഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ ഒരു നല്ല പോലെ പതഞ്ഞ് കിട്ടും. അത് കാരണം ഇനി പാല് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ 2 പാത്രങ്ങളിലായിട്ട് ആറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം പതഞ്ഞ് വരും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീറ്ററോ അതല്ലെങ്കിൽ മിക്സിയുടെ ജാറോ വെച്ചിട്ട് ഒന്ന് കറക്കി അടിച്ചെടുത്താലും മതിയാകും. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. പാലിപ്പം നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചായ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ടൻ ചായ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗ്യാപ്പ് വരാതെ നല്ല പോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. സൈഡിലേക്കൊക്കെ നല്ല പോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ലെയറായിട്ട് നമുക്ക് കിട്ടില്ല. അതങ്ങോട്ട് മിക്സായി പോവും. അത് കാരണമാണ് നമ്മൾ പാലൊഴിക്കുമ്പോൾ അത് താഴത്തേക്ക് ലീക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല പോലെ ഈ പത ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എല്ലാ പതയും ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പതയൊക്കെ നന്നായിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് പതുക്കെ കുറച്ച് വെച്ച് പാല് സൈഡിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ താഴത്ത്
നമ്മുടെ ടീ കിടന്ന് ഡാൻസ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്തോരം കടുപ്പം വേണമെന്നനുസരിച്ച് നിങ്ങൾ പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കടുപ്പായാലും കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനൊരു കാൽ ഭാഗത്തോളം കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു അര ഗ്ലാസോളം നമ്മൾ പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ടീ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. ടീസ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ ശരിക്കും സാധാ പോലെ മിക്സായി കിട്ടും. ഇപ്പോൾ ഇത് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്, ഇത് കറക്കിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ടേസ്റ്റിന് രണ്ടിനും വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെ തന്നെ. ഇത് കറക്കിയെടുക്കുന്നതെന്ന് മാത്രം, രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഡാൻസിങ് ടീ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി അടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്